ഇത് റിവ്യൂ ചെയ്യണം, ഇത് എത്രയും പെട്ടെന്ന് നിരോധിക്കണം. ഇതിനകത്ത് രാജ്യത്തിന്റെ ഈ വയലൻസ് വിറ്റ് കാശാക്കിയ പണം തിരിച്ചു പിടിക്കണം. ആ പണം മുഴുവൻ സെൻട്രൽ ഗവൺമെന്റ് അറ്റാച്ച് ചെയ്യണം. ജീവിതകാലം മുഴുവൻ സർവീസിലിരുന്ന് പോക്കൃത്തനങ്ങൾ കാണിച്ചിട്ടുള്ള ഒരുത്തൻ ഇപ്പോ യൂട്യൂബ് നടത്തിയിട്ട് പറഞ്ഞോണം കേൾക്കാൻ. സുകുമാരക്കുറുപ്പ് ദേഹത്ത് എണ്ണയിട്ടിരുന്നോണ്ട് മാത്രം എനിക്ക് പിടിക്കാൻ പറ്റില്ല. ബാക്കി ഞാൻ പിടിച്ച കംപ്ലീറ്റ് കേസ് ഞാൻ പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. റിട്ടയർഡ് SP ജോർജ് ജോസഫിന്റെ ഒരു വീഡിയോ ട്രോൾ പേജസിനകത്തെല്ലാം കിടന്ന് കറങ്ങുന്നുണ്ട്. സംഭവം എന്താണെന്ന് നോക്കിയപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ മാർക്കോ മൂവി പറ്റിയിട്ട് വന്നിരുന്ന് കുറെ ഡയലോഗ് അടിച്ചിരിക്കുകയാണ്. മാർക്കോ മൂവി ഇന്ത്യയിൽ നിരോധിക്കണം എന്നൊക്കെയാണ് ഈ മനുഷ്യൻ വന്നിരുന്ന് പറയുന്നത്. എന്തിനാണ് നിരോധിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങേർക്ക് പോലും അറിയത്തില്ല. ഭയങ്കര വയലൻസ് ആണ്, അത് ഒരിക്കലും കാണിക്കാൻ പറ്റത്തില്ല, കുട്ടികളെ കാണിക്കാൻ പറ്റത്തില്ല, വലുതായിട്ടുള്ള ആൾക്കാരെ കാണിക്കാൻ പറ്റത്തില്ല എന്നൊക്കെയാണ് ഈ ഒരു മനുഷ്യൻ പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇങ്ങേരോടൊക്കെ എനിക്ക് കുറച്ച് റെസ്പെക്ട് ഉണ്ടായിരുന്നു. ആ സാധനം എന്തായാലും അങ്ങ് മാറി കിട്ടി. പുള്ളിക്കാരൻ ഒരു റിട്ടയർഡ് SP ആണെന്നൊക്കെയാണ് പുള്ളി പറയണത്. ഒരുപാട് പ്രശ്നങ്ങൾ കേരളത്തിൽ നടക്കുമ്പോഴത്തേക്ക് പല വിഷയത്തെ പറ്റിയിട്ട് നിയമത്തിനെ പറ്റിയിട്ടും ഒക്കെ പുള്ളിക്കാരൻ വന്നിരുന്ന അധികാരികളായിട്ട് സംസാരിക്കുന്നതാണ്. നമ്മൾ അതിന് റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. പല കാര്യങ്ങൾ നമ്മൾ എടുത്ത് വെച്ചിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ബാലഭാസ്കറിന്റെ ഒക്കെ ഇഷ്യൂസ് വന്ന സമയത്ത് ഈ പുള്ളിയുടെ വീഡിയോ എടുത്ത് വെച്ചിട്ട് ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ പറ്റിയിട്ട് കുറേ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ മനുഷ്യൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മാർക്കോ മൂവിയിലോട്ട് വന്നപ്പം ഇയാൾക്ക് എന്ത് പറ്റിയെന്ന് എനിക്ക് ഇതുവരെയും പിടികിട്ടുന്നില്ല. എന്തായാലും നമുക്ക് ആദ്യം തന്നെ ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. മാർക്കോ സിനിമ കഴിഞ്ഞ ദിവസം റിലീസായി. അതിക്രൂരമായ വയലൻസ് നിറഞ്ഞ ഒരു സിനിമ, മോസ്റ്റ് വയലൻസ് മൂവി എന്ന് തന്നെ പറഞ്ഞിട്ടാണ് അവർ ഈ ഒരു മൂവി ഇറക്കിയത്. എന്നിട്ട് ഈ മൂവിക്കകത്ത് കഥയുണ്ട്, ഈ മൂവിക്കകത്ത് തേങ്ങ ഉണ്ടെന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ചിരുന്ന് കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല. ഇതിൽ വയലൻസ് മൂവിയാണത്. അപ്പം വയലൻസ് മാത്രമേ ഇതിന് പ്രതീക്ഷിക്കാവൂ. അല്ല, ആ വയലൻസ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായതുകൊണ്ടാണ് ഇപ്പം പാൻ ഇന്ത്യ ലെവലിൽ ഈ മൂവി ഹിറ്റായിട്ട് നിൽക്കുന്നത്. എങ്ങനെയാണ് ഈ സിനിമയ്ക്ക് A സർട്ടിഫിക്കറ്റ് ലഭിച്ചതെന്നാണ് സംശയം. പിന്നെ വയലൻസ് മൂവിക്ക് A സർട്ടിഫിക്കറ്റ് അല്ലാതെ പിന്നെ എന്താണ് കിട്ടുന്നത്? ഇന്ത്യയിലെ നിരോധിക്കേണ്ട സിനിമയാണിത്. ലോകത്തൊരിടത്തും ഈ സിനിമ കാണിക്കാൻ പാടില്ല. കാരണം ഇതിനകത്ത് കാണിക്കുന്നത് ഭയാനകമായ വയലൻസ് രംഗങ്ങളാണ്. A സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിലും 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കാണാൻ പാടില്ലെങ്കിലും തിയേറ്റർ മുതൽ കുട്ടികളാണ്. 18 വയസ്സായാലും ശരി, മുതിർന്ന ആൾക്കാരായാലും ശരി, അവർ പോലും കാണാൻ പാടില്ലാത്ത സിനിമ തന്നെ. ശരി, മുതിർന്ന ആൾക്കാർ പോലും ഈ പടം കാണരുത് എന്ന്. അതായത് ഈ പുള്ളി പറഞ്ഞു വരുന്നത് ആ മൂവിക്കകത്ത് വളരെ ബ്രൂട്ടൽ ആയിട്ടുള്ള കുറെ സീൻസ് നടന്നിട്ടുണ്ട്. ഇതെല്ലാം ശരിക്കും സംഭവിച്ചു എന്നുള്ള രീതിയിലാണ് ഈ മനുഷ്യൻ സംസാരിക്കുന്നത്. അതായത് പല ആൾക്കാരെയും കൊന്നതെല്ലാം ശരിക്കും നടന്നതാണ്, അതിനകത്ത് ചോരയെല്ലാം കാണിച്ചത് ശരിക്കുള്ള ചോരയാണ് എന്നുള്ള രീതിയിലാണ് ഈ മനുഷ്യൻ സംസാരിക്കുന്നത്. ലേശം ലോജിക്ക് വെച്ച് ചിന്തിക്കാന്നേ ഉള്ളൂ. ഇതൊരു മൂവി ആയിട്ട് എടുത്താൽ മതി. വെറും ഒരു പടം കാണുക, നമ്മൾ എൻജോയ് ചെയ്യുക, അത് വിടുക. അത് ഇത്രയും ഭയങ്കരമായിട്ട് ഇതിനെ വലിച്ചഴച്ച് ഇത്ര എക്സാജറേറ്റ് ചെയ്ത് ഇതിനെ പറ്റിയിട്ട് സംസാരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണ് ശരിക്കും ഇവർക്കൊക്കെ ഇത്ര പോലും കടി ഇങ്ങനെയുള്ള മൂവി ഇറങ്ങുന്നതിൽ? അപ്പോൾ കാര്യം നമ്മുടെ മലയാളികളാണ് സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കേണ്ടത്. ഇപ്പം ഈ തെലുങ്കിലായാലും ആ തെലുങ്കിലൊക്കെ റിവ്യൂസ് നിങ്ങൾ എടുത്ത് നോക്കണം. കേരളത്തിലുള്ള ആൾക്കാരെ കാട്ടിയും പുറത്തുള്ള ആൾക്കാർക്കാണ് ഈ മൂവി ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ നോർത്ത് ഇന്ത്യൻ റിവ്യൂ ഒക്കെ എടുത്ത് നോക്കുമ്പം ആനിമലിനെ കാട്ടിയും കിടിലോ എന്നുള്ള രീതിയിലാണ് ആൾക്കാർ സംസാരിക്കുന്നത്. അതുപോലും മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധവും നമ്മുടെ നാട്ടിലുള്ളവർക്ക് ഇല്ല എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് പുച്ഛം മാത്രമാണ്. അത്ര ക്രൂരമായ മനുഷ്യത്വരഹിതമായ വയലൻസ് കാണിക്കുന്ന സിനിമ. ഇതിന് പ്രത്യേക കഥാതന്തുക്കളൊന്നുമില്ല. ഈ വയലൻസ് കാണിച്ച് പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് മാത്രമേ പറയാനൊക്കൂ. മൂവി എന്തിനാണ് അവരെടുക്കുന്നത്? അവർ നാട്ടുകാരുടെ കുടുംബം നന്നാക്കാനൊന്നും അല്ലല്ലേ ഒരു സാധനം എടുക്കുന്നത്. അവർക്കും എന്തായാലും നേട്ടം വേണം. വയലൻസ് കാണിച്ച് പണം ഉണ്ടാക്കുന്നത് അത് തിയേറ്ററിൽ റിലീസായിട്ട് അതിനകത്ത് മാക്സിമം കളക്ഷൻസ് നേടുമ്പോൾ അവർക്കാണ് അത് നേട്ടം. പിന്നെ നമുക്കൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്കൊരു സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഉണ്ണിമോന്തൻ്റെ ഈ ഇതുപോലൊരു ഹിറ്റ് മൂവി കാണുമ്പോൾ സ്വാഭാവികമായിട്ട് മലയാളികൾക്ക് എല്ലാവർക്കും സന്തോഷമാണ്. കാര്യം ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് വന്ന ഒരുത്തൻ്റെ ആ ഒരു വില നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഈ ഉണ്ണിമൂന്തനെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് ഈ ഒരു മൂവി ഇറങ്ങിയതിന് ശേഷം. എന്തൊക്കെയാണ് ഈ മനുഷ്യനൊക്കെ സംസാരിക്കുന്നത്? കാര്യം പുള്ളി ഒരു റിട്ടയർഡ് SP ഒക്കെയാണ്. എന്നിട്ട് ഈ ഇത്രയും ബോധമില്ലാതെ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മളെ ഏറ്റവും ക്രൂരമായി മതിക്കുന്ന ചില രംഗങ്ങളുണ്ട്. സ്വർണ്ണ വ്യാപാരമുണ്ട്, ഡ്രഗ്സ് ഉണ്ട്. ഇതിനിടയ്ക്ക് സ്വർണ്ണ വ്യാപാരവും ഡ്രഗ്സും ഒന്നും ഒരു പടത്തിനകത്ത് ഇതുവരെ വന്നിട്ടില്ലേ. സ്വർണ്ണ വ്യാപാരമൊക്കെ നമ്മുടെ സാഗർ ഇലിയാസാക്കി പണ്ടത്തെ 20-ാം നൂറ്റാണ്ട് തൊട്ട് തുടങ്ങിയ പടങ്ങളിൽ ഒരുപാട് സീനുകളുണ്ട്. ഇതൊക്കെ കാണിക്കുന്നത് ഇത്രയും വലിയ തെറ്റാണോ? അതുപോലെ ഈ ഡ്രഗ്സ് എന്ന് പറയുന്ന ഒരു സംഭവം എല്ലാ മൂവിക്കകത്തും ഇപ്പോൾ ഭയങ്കര കോമൺ ആയിട്ട് വന്നുകൊണ്ടിരിക്കുക. ശരിക്കും ഇവരുടെയൊക്കെ ഇന്റൻഷൻ എന്താണ്? ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് ഇനിയിപ്പോൾ 4 ആൾ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിയിട്ടാണോ? ഇനിയിപ്പോൾ എന്തെങ്കിലും പേഴ്സണൽ വൈരാഗ്യം വെച്ചിട്ടാണോ? എന്താണെന്നറിയില്ല. കുറേ സിനിമാ നടന്മാർക്കായിരുന്നു. സുരാജ് വെഞ്ഞാറമൂടിനും ജാഫർ ഇടിക്കുകയായിരുന്നു. എന്തായാലും കണക്കിന് എല്ലാവരുടെയും കയ്യിൽ നിന്ന് കിട്ടിയതിന് ശേഷം രണ്ടുപേരും വാ തുറന്നിട്ടില്ല. ഇനിയിപ്പോൾ അടുത്ത കുറേ ആൾക്കാർ ഇങ്ങനെയുള്ള സംഭവങ്ങൾ പൊക്കി പിടിച്ചുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇന്ത്യൻ സിനിമയിൽ എങ്ങനെയാണ് A സർട്ടിഫിക്കറ്റ് ഇവർക്ക് കിട്ടിയെന്നാണ് ഞാൻ അത്ഭുതപ്പെടുന്നത്. സെൻസർ ബോർഡ് A സർട്ടിഫിക്കറ്റ് കൊടുത്തു. സെൻസർ ബോർഡിലെ ഏത് അംഗങ്ങളാണ് ഈ സിനിമ കണ്ടത്?
അവർക്ക് ഇന്ത്യയുടെ ഭരണഘടന അറിയത്തില്ല, ഇന്ത്യയുടെ പുതിയ BNS നിയമങ്ങൾ അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ IPC CRPC എവിഡൻസ് ആക്ട് അറിഞ്ഞുകൂടാ. ആരാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായി കോൺസ്റ്റിറ്റ്യൂഷൻ വയലേഷൻ കാണിക്കുന്ന ഈ രംഗങ്ങൾ ചിത്രീകരിക്കുക, അത് കണ്ട് സർട്ടിഫിക്കറ്റ് കൊടുത്ത ആരാണ്? അവരെ പ്രോസിക്യൂട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. സെൻസർ ബോർഡ് തീർച്ചയായിട്ടും ഇത് റിവ്യൂ ചെയ്യണം, ഇത് എത്രയും പെട്ടെന്ന് നിരോധിക്കണം. ഇതിനകത്ത് രാജ്യത്തിന്റെ ഈ വയലൻസ് വിറ്റ് കാശാക്കിയ പണം തിരിച്ചു പിടിക്കണം. ആ പണം മുഴുവൻ സെൻട്രൽ ഗവൺമെന്റ് അറ്റാച്ച് ചെയ്യണം. ഈ പടത്തിൽ നിന്ന് കിട്ടിയ കാശ് ഫുള്ള് സെൻട്രൽ ഗവൺമെന്റ് അറ്റാച്ച് ചെയ്യണം എന്നാണ് ഈ ഒരു മഹാൻ പറയണത്. എന്തൊരു ബോധവും വിവരവും ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് ഒരു മൂവി ഇറങ്ങുന്നു, ആ മൂവി ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് പോകുന്നു, ജനങ്ങളെല്ലാവരും അത് ഏറ്റെടുക്കുന്നു. അല്ലെങ്കിൽ ജനങ്ങളെല്ലാവരും ഒരേ സ്വരത്തിൽ പറയണം ഇത് തിയേറ്ററിൽ ഓടിക്കാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് ആർക്കും ഇത് കാണാൻ പറ്റത്തില്ല, അങ്ങനെയുള്ളൊരു മൂവിയാണ് എന്ന് ഏതെങ്കിലും ആൾക്കാർ പറയട്ടെ. ഇത് ഒന്നോ രണ്ടോ ഇവിടെ കിടക്കുന്ന ആൾക്കാർ വന്നിരുന്ന് പറഞ്ഞെന്നും പറഞ്ഞ് ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ കാണിക്കുവാണെങ്കിൽ നമ്മൾ എന്താണ് ശരിക്കും വിളിക്കേണ്ടത്? എനിക്ക് പലതും വിളിച്ച് പറയണമെന്നുണ്ട്, പക്ഷെ നമ്മൾ നമ്മുടെ ആ ഒരു മാന്യത കീപ്പ് ചെയ്യുന്നതാണ്. കാര്യം ഈ ഒരു മനുഷ്യന് എന്താണ് ഇതിനകത്ത് നിന്ന് കിട്ടുന്ന ഒരു നേട്ടം? ഈ പടത്തിൽ കിട്ടിയ പൈസ പോലും സെൻട്രൽ ഗവൺമെന്റ് ആ പൈസ തിരിച്ചെടുക്കണമെന്നാണ് ഈ മനുഷ്യൻ പറയണത്. പിന്നെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് നടക്കുമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. പക്ഷെ വായി തോന്നുന്ന തോന്നിവാസങ്ങൾ വന്നിരുന്ന് പറയണതേ ഉണ്ടല്ലോ, നമുക്ക് ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഇങ്ങേര് ഇനി പല വിഷയങ്ങൾ വന്ന് പറയുന്നതും ഞാൻ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പോകുന്നില്ല. കാര്യം ഇങ്ങേറെ പല കേസുകളും ഞാൻ എടുത്തിട്ട് വെച്ച് റിയാക്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വിഷയത്തിൽ ഈ പുള്ളിക്കാരനെ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത് അറിയത്തില്ല. ഒരു പക്ഷേ ഈ പുള്ളി ആ മൂവി കണ്ടിട്ടുണ്ടോ എന്ന് പോലും അറിയത്തില്ല. ഈ മനുഷ്യൻ പടം പോലും കണ്ടിട്ടില്ല, എന്നിട്ടാണ് വന്നിരുന്ന് ഇത്തരം കാര്യം പറയണത്. അതിന് പൈസ തിരിച്ചു പിടിക്കണമെന്നൊക്കെ തോന്നിവാസങ്ങളല്ലേ ഒന്ന് പറയണത്. എത്രയോ പടത്തിൽ വയലൻസ് സീനുകളുണ്ട്. ഇപ്പം നിങ്ങൾ കില്ലെന്ന് പറയുന്നൊരു മൂവി എടുത്ത് നോക്കുക, അനിമൽ നോക്കുക, അങ്ങനെ എത്ര മൂവീസ്. ഇതിനകത്തെല്ലാം കിട്ടിയ പൈസ എല്ലാം അങ്ങ് തിരിച്ച് സെൻട്രൽ ഗവൺമെന്റ് പിടിക്കുക. അതാണ് സെൻട്രൽ ഗവൺമെന്റിന്റെ പണി. കൊള്ളാം എന്തായാലും. ഇതിനകത്ത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 വയലേഷൻ കൃത്യമാണ്. ഹ്യൂമൻ ഡിഗ്നിറ്റിക്കും ഹ്യൂമൻ സേഫ്റ്റിക്കും റൈറ്റ് ടു ലൈഫിനും എതിരായിട്ടുള്ള ചിത്രീകരണമാണ് ഇതിനകത്ത് നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആർട്ടിക്കിൾ 21 വയലേഷൻ തന്നെയാണ്. ആർട്ടിക്കിൾ 17 വയലേഷൻ ഇതിൻ്റെ അകത്തുണ്ട്. കുടുംബ ഭദ്രതയ്ക്ക്, ഇന്ത്യയുടെ കുടുംബ ഭദ്രതയ്ക്ക്, നമ്മുടെ ഇന്ത്യയിൽ ജീവിക്കുന്ന സ്ത്രീ പുരുഷന്മാരുടെ അവർക്കെതിരായിട്ടും അവരുടെ പ്രൈവസിക്കും എതിരായിട്ടും നമ്മുടെ പാരമ്പര്യത്തിനെതിരായിട്ടാണ് ആർട്ടിക്കിൾ 17 വയലേഷൻ ഞാൻ പറയുന്നത്. സ്ത്രീ പുരുഷന്മാരുടെ ഭദ്രത, എൻ്റെ അമ്മ ഒന്നും പറയാനില്ല. ജഗദീഷ് കുറച്ച് ദിവസത്തിന് മുന്നേ ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് ഫോണിൽ സംസാരിക്കുന്നുണ്ട്. ഏതൊരു വാർത്താ ചാനലിൽ കൊടുത്തൊരു ഇൻ്റർവ്യൂ ആണെന്ന് തോന്നുന്നു. അതിൽ പുള്ളി പറയുന്ന കുറച്ച് പോയിന്റ്സ് ഉണ്ട്. അത് നിങ്ങൾ വ്യക്തമായിട്ട് ഈ റിട്ടയർഡ് SP ജോർജ് ജോസഫ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളിത് കേട്ടു നോക്കുക. ജഗദീശനൊക്കെ അത്യാവശ്യം നല്ല വിവരവും വിദ്യാഭ്യാസവും ഉള്ള ഒരു വ്യക്തിയാണ്. ആ മനുഷ്യൻ എന്താണ് ഈ ഒരു കാര്യത്തെ പറ്റി പറയുന്നതെന്ന് കേട്ടു നോക്കുക. ഒരു കാരണവശാലും ഇത് വയലൻസിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ചിത്രമല്ല. ഞാൻ ആദ്യമേ തന്നെ എന്റെ അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, 18 വയസ്സിന് താഴെയുള്ളവർ ഒരു കാരണവശാലും ഈ ചിത്രം കാണാൻ വരരുതെന്ന് ഞാൻ ആദ്യമേ റിക്വസ്റ്റ് ചെയ്യും. ഞാൻ ബേസിക്കലി വയലൻസിന് എതിരായിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഇത് കഥ ആണ് ഇതിന്റെ ഈ വയലൻസിനുള്ള ജസ്റ്റിഫിക്കേഷൻ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ആ രീതിയിൽ കലാസൃഷ്ടി എന്ന രീതിയിലാണ് ഇത്രയധികം വിജയിച്ചിട്ടുള്ളത്. ഇതില് ഒറിജിനൽ ബ്ലഡ് വീണിട്ടില്ല, ഒരു വയലൻസും ഇല്ല. ഇതിന്റെ ഷൂട്ടിംഗ് സമയത്ത് ആരെയും കൊന്നിട്ടില്ല, ആരെയും മർദ്ദിച്ചിട്ടില്ല. അപ്പൊ മർദ്ദിച്ചു എന്ന് തോന്നുകയാണ്, അത് അഭിനയിക്കുകയാണ്. കൊന്നു എന്ന് തോന്നുകയാണ്, മരിച്ചു എന്ന് തോന്നുകയാണ്. ആ തോന്നിപ്പിക്കലാണ് കലാസൃഷ്ടി. കുറെ ആൾക്കാരുടെ ഒരു ചിന്തയുണ്ട്, ഇപ്പം ദൃശ്യം പടം ഇറങ്ങിക്കഴിഞ്ഞാൽ ദൃശ്യം മോഡല് കൊലപാതകം നടക്കും. കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് പോലീസുകാരെ ഭയങ്കര പുച്ഛിച്ച് കണ്ടു, പോലീസുകാർക്ക് ഒരു വിലയും കൊടുക്കാത്ത രീതി കണ്ടു എന്നൊക്കെ. ഇപ്പോൾ ഓരോ മൂവീസ് ഇറങ്ങുമ്പോഴും അങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ പല ആൾക്കാരുടെയും ചിന്തയെന്ന് പറയണത് പല മൂവിക്കകത്തും കാണുന്ന രീതിയിലാണ് പല ആൾക്കാരും കുറെ ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നതെന്നാണ്. കാര്യം അങ്ങനെയൊക്കെ ചിന്തിച്ച് കൂട്ടുന്ന കുറെ വിവരം കെട്ടവന്മാർക്ക് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഈ സിനിമയൊക്കെ വരുന്നതിനെക്കാട്ടി മുന്നേയും ഇതൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പം പിന്നെ ഇത്തിരിയും കൂടെ കൂടുതലാണ്. കുറേ അമ്മമാർക്ക് ബോധമില്ലാതെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇതെല്ലാം സിനിമയെ നമ്മൾ ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. കാര്യം അങ്ങനെ ക്രിമിനൽ മൈൻഡായിട്ട് നടക്കുന്ന ആൾക്കാർ ചെയ്ത് കൂട്ടുന്ന പോക്കൃത്തരങ്ങൾ നമ്മൾ സിനിമയുടെ മണ്ടയിലോട്ട് കൊണ്ടുവന്നിട്ടിട്ട് യാതൊരു പ്രയോജനമില്ല. ഇതിനകത്ത് ജഗദീഷ് പറഞ്ഞു കേട്ടില്ലേ, അതിനകത്ത് ഒരു തുള്ളി ബ്ലഡ് പോലും എങ്ങും വന്നിട്ടില്ല. സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. അതുപോലും മനസ്സിലാക്കാതെയാണ് ഈ മനുഷ്യൻ വന്നിരുന്ന് ഇത്രയും പൊട്ടത്തരങ്ങൾ വിളിച്ച് പറയണത്. ഇനി ഈ ഒരു മനുഷ്യനെ പറ്റിയിട്ടാണ് തോന്നുന്നത്. ശാന്തിവിള ദിനേശൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതാരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്. നിങ്ങളതൊന്ന് കേട്ടു നോക്ക്. ചോക്കൂ, ഒരു ന്യായാധിപ സത്യസന്ധമായി മാത്രമേ കാര്യങ്ങൾ കൈകാര്യം ചെയ്യൂ എന്ന് വാശി പിടിക്കുന്ന ഒരാളിനെ പൊതുജന മധ്യത്തിൽ അല്ലെങ്കിൽ മലയാളിയുടെ മുന്നിൽ എങ്ങനെയെല്ലാം അപഹസിക്കാം. അതിനെല്ലാം ഈ പറയുന്ന മുൻ DSPയും അയാൾ SP എന്നൊക്കെ പറയും, മുൻ DYSP കാക്കിയിട്ടിരുന്ന കാലത്ത് ഒരുപാട് കേസുകളിൽ പ്രതിഭാഗം
ആയിട്ട് കോടതിയിലെ കൂട്ടിക്കയറി നിൽക്കേണ്ടി വന്ന ആളാണ്. ഞാനൊരു ലൈവ് ചർച്ചയിൽ ഞാൻ അത് പച്ചയ്ക്ക് പറഞ്ഞു, നിങ്ങൾക്ക് കുമ്പം തേനി ഭാഗത്തൊക്കെ, കമ്പം തേനി ഭാഗത്തൊക്കെ നിങ്ങൾക്ക് അവിഹിതമായി എത്ര സ്വത്തുണ്ടെന്നൊക്കെ ഞാൻ ചോദിച്ചു ഒരു ചാനൽ ചർച്ച, മനോരമയിലാണെന്നു. അപ്പൊ ഇയാള് അതിനെന്തൊക്കെ മറുപടി പറഞ്ഞ് പ്രോഗ്രാം കഴിഞ്ഞപ്പോ, വാർത്ത കഴിഞ്ഞപ്പോ ഇയാൾ ചാടി ഒഴിച്ച് ഒരു ഗ്ലാസ് കയ്യിലെടുത്തു, കുടിക്കാൻ വെള്ളം കൊണ്ടുവച്ചിരുന്ന ഗ്ലാസ്, എന്നെ എറിയാനായിട്ട്. ഞാൻ റെഡിയായിട്ട് നിന്ന് എന്തെന്നറിയാം, ഇയാൾ എറിയുന്നത് ഞാൻ കുനിഞ്ഞു കൊടുക്കും, ഗ്ലാസ് പോയി മലയാള മനോരമയുടെ ക്യാമറയുടെ ലെൻസിൽ കൊണ്ട് പൊട്ടിത്തെറിക്കണം. മനോരമയ്ക്ക് ഇത്രയും വേണമെന്ന് എനിക്ക് തോന്നി. പൈസ അയാളിൽ നിന്ന് വാങ്ങിക്കാല്ലേ ഉള്ളൂ, എൻ്റെ നല്ല വാങ്ങിക്കാം. ഞാൻ അയാളുടെ പറഞ്ഞത്, നിങ്ങളുടെ വിചാരം നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആരോ ആണ് കേരളത്തിലെ മുഖ്യമന്ത്രി എന്നാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി ആണോ? താ എന്നെ ഒരു പുല്ലും ചെയ്യില്ല, താ റിട്ടയർഡായ ഒരു പോലീസുകാരന് ചുണ ഉണ്ടെങ്കിൽ എന്റെ ദേഹത്തോടെന്ന് പറഞ്ഞു. തൊട്ടിരുന്നെങ്കിൽ ഞാൻ ചവിട്ടി കൂട്ടിയാണ് അയാളെ. ഇത് പറയുന്നത് ആ ഒരു മനുഷ്യനെ പറ്റിയിട്ട് തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറേ ആൾക്കാർ അങ്ങനെയുള്ള കമന്റ്സും ഉണ്ട്. എന്തായാലും ഈ ഒരു സാധനം വലുതായിട്ട് ആരും ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. ശാന്തികുള ദിനേശിനെ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. കുറേ കാര്യങ്ങളിനകത്തോട്ട് പുള്ളി പറയുന്നതിനകത്ത് എനിക്ക് യോജിപ്പില്ലെങ്കിലും ഈ ഒരു കാര്യം കണ്ടപ്പോൾ എനിക്ക് വളരെ സത്യമായിട്ട് തോന്നി കുറച്ച് കാര്യങ്ങൾ. പ്രത്യേകിച്ച് ഇങ്ങരുടെ ഈ മാർക്കോയെ പറ്റിയിട്ട് പറഞ്ഞ ആ ഒരു കാര്യം ഉണ്ടല്ലോ, അതും ഇതും കൂടെ ഒക്കെ കേൾക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റും. ഇനി ഇതിനകത്ത് ശാന്തികുള ദിനേശൻ പറയുന്ന കുറച്ച് പോയിന്റ്സ് ഉണ്ട്, അതാണ് നിങ്ങൾ ശരിക്കും കേൾക്കേണ്ടത്. ജീവിതകാലം മുഴുവൻ സർവീസിലിരുന്ന് പോക്കൃത്തനങ്ങൾ കാണിച്ചിട്ടുള്ള ഒരുത്തൻ ഇപ്പോ യൂട്യൂബ് നടത്തിയിട്ട് പറഞ്ഞോണം കേൾക്കാൻ. സുകുമാരക്കുറുപ്പ് ദേഹത്ത് എണ്ണയിട്ടിരുന്നോണ്ട് മാത്രം എനിക്ക് പിടിക്കാൻ പറ്റില്ല, ബാക്കി ഞാൻ പിടിച്ച കംപ്ലീറ്റ് കേസ് ഞാൻ പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതുപോലെ പൊങ്ങച്ചമടിക്കുന്ന പുളുവടിക്കുന്ന ഒരു റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ, എനിക്ക് ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ റിട്ടയറായ ഒരുപാട് ആളുകളുമായിട്ട് എനിക്ക് സൗഹൃദമുണ്ട്. അത് കൊല്ലത്തും കോഴിക്കോട്ടും ഒക്കെ ഒരുപാട് പേരുണ്ട് എനിക്ക് സൗഹൃദമുണ്ട്. ഞാൻ അവരുടെയൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നോണം കേൾക്കാൻ, ഇയാൾ സർവീസിൽ ഇരുന്നപ്പോൾ കാണിച്ചിട്ടുള്ള കുഴപ്പങ്ങൾ. പക്ഷെ അയാൾ പറയുന്നത് എനിക്ക് ആകെ പിടിക്കാൻ പറ്റാതെ പോയത് ആ സുകുമാരക്കുറുപ്പിന് മാത്രമാണ്. അയാൾ ദേഹം മുഴുവൻ നല്ലെണ്ണയിട്ടിരുന്നു, അതുകൊണ്ട് പിടിക്കാൻ പറ്റില്ല, വഴുതി കളഞ്ഞു എന്നാണ് പറയുന്നത്. ഇതുപോലെ കള്ളം പറയുന്ന ഒരു യൂട്യൂബ് തുടങ്ങിയിട്ട് എന്തൊക്കെ പറയുന്നു എന്ന് ദൈവം തമ്പുരാന് പോലും അറിയില്ല ഇയാൾ പറയും. അങ്ങനെയാണ് ഇയാൾ മനോരമയിൽ വെച്ച് എന്നെ എറിയാൻ നോക്കി. എറിഞ്ഞിരുന്നെങ്കിൽ ആ ക്യാമറ പോകും, അത്രേ ഉള്ളൂ. എന്റെ ദേഹത്ത് കൊണ്ടിരുന്നെങ്കിൽ ഞാൻ ചവിട്ടി കൂട്ടുകയും ചെയ്തത്. സുകുമാരക്കുറുപ്പിനെ ഒഴിച്ച് ബാക്കി എല്ലാ കള്ളന്മാരെയും പിടിച്ചു എന്നുള്ള രീതിയിലാണ് ഈ പുള്ളി വന്ന് സംസാരിക്കുന്നതെന്ന് എന്തായാലും ശാന്തികുള ദിനേശൻ പറയുന്നുണ്ട്. എന്തായാലും കണക്കിന് കിട്ടി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും ഈ ഒരു സംഭവം എനിക്ക് തോന്നുന്നു കുറേ നാൾക്ക് മുന്നേ ഉള്ളൊരു വീഡിയോ ആണ് ശാന്തികുള ദിനേശൻ്റെ. ഇതധികം ആരും ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ എനിക്ക് അത്ഭുതം തോന്നിയ വേറെ കുറച്ച് കാര്യം ഉണ്ടായിരുന്നു. ഈ റിട്ടയർഡ് SP ബാലഭാസ്കറിൻ്റെ കേസിൽ വന്ന് പറയുന്നുണ്ടായിരുന്നു, 2 ആഴ്ചയ്ക്കുള്ളിൽ നമ്മൾ കള്ളനെ പിടിക്കും, 2 ആഴ്ചയ്ക്കുള്ളിൽ ഈ ഒരു കേസ് തീർത്ത് തരാന്നേ ഉള്ളൂ, യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. എന്നിട്ട് പുള്ളിയുടെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, ഈ സ്വർണ്ണക്കടത്ത് കേസിൻ്റെ സംഭവം ഉണ്ടല്ലോ, അത് എവിടുന്ന് സ്വർണം കയറിയെടുത്തു എന്നൊക്കെ എനിക്ക് നല്ലോണം അറിയാം. ഏതെങ്കിലും പോലീസുകാർ വന്നു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ തെളിവുകൾ വേണം കൊടുക്കാന്നുള്ള രീതിയിലൊക്കെ ഈ പുള്ളി സംസാരിച്ചായിരുന്നു. പിന്നത്തെ ഒരു ഇൻ്റർവ്യൂവിനകത്ത് നോക്കാൻ നേരത്ത് അത് കലാപം ശോഭിയാണ് അങ്ങനെ പറഞ്ഞതെന്നൊക്കെയാണ് ഈ പുള്ളി പറയുന്നത്. അതാ പറയുന്നത്, പല കാര്യങ്ങളും നമ്മളൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ടെന്നും പറഞ്ഞിട്ട് നമ്മളില്ലാത്ത കഥകൾ വന്ന് ഒരിക്കലും പറയരുത്. പല കാര്യങ്ങളും വ്യക്തമായിട്ടുള്ള തെളിവുകളും കാര്യങ്ങളും വെച്ചിട്ടേ വന്ന് സംസാരിക്കുമോ. ഇപ്പോൾ ഈ മാർക്കോ മൂവിയെ പറ്റിയിട്ട് തന്നെ അത് ഇന്ത്യയിൽ നിന്ന് നിരോധിക്കണം, അതിൽ നിന്ന് കളക്ഷൻ കിട്ടിയ കാശ് മൊത്തം സെൻട്രൽ ഗവൺമെൻറ് പിടിച്ചെടുക്കണമെന്നൊക്കെ പറയുമ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ എത്രത്തോളം ഇങ്ങനെയൊക്കെ ബുദ്ധിയും ബോധം ഉണ്ടെന്ന് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാര്യം ഒരു മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുക, അത് അവിടെ കളയുക, പോവുക. കാര്യം നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല, അത് അത്രയേ ഉള്ളൂ, ഇഗ്നോർ ചെയ്യുക. പിന്നെ അത് എങ്ങനെങ്കിലും പൂട്ടിക്കിട്ടണം എന്നുള്ളതൊക്കെ ഒരു ചിന്താഗതി ഉണ്ടല്ലോ, കഴിവത് അതങ്ങ് മാറ്റി വയ്ക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.